മൂലക്കുരും ബ്ലീഡിംഗ് പൈൽസും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളിതാ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് എണ്ണ ഉണ്ടാക്കിയിട്ടൊന്ന് തേച്ച് നോക്കുക. മൂലക്കുരുള്ള ഭാഗത്തൊന്ന് പുരട്ടി നോക്കിയിട്ടുണ്ടെങ്കിലോ നമുക്കൊരു 4-5 ദിവസം കൊണ്ട് മൂലക്കുരു നല്ല വേദനയൊക്കെ ആണെങ്കിൽ ചുരുങ്ങി പോവുകയും ചെയ്യും. ആ ഒരു ഭാഗത്ത് അസ്വസ്ഥത, കടി, വേദനയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നാച്ചുറൽ ആയിട്ടുള്ള എൻ്റെ നമുക്കൊരു രീതിയിൽ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത നല്ലൊരു ഓയിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കാം. അപ്പോൾ ഓയിൽ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ 2 രീതിയിൽ ഇത് ഉണ്ടാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഇലച്ചാറാക്കി എടുക്കാം, അതും ഞാൻ കാണിച്ചു തരാം. ഓയിൽ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങളിങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയായിട്ട് മൂലക്കുരു ഉണ്ടെങ്കിൽ വീട് നല്ല രീതിയിൽ പോളോ ഒക്കെ ആയിട്ട് ഭയങ്കര ഇങ്ങനെ കുത്തി കുത്തി വലിക്കുന്ന പോലത്തെ വേദനയും അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓയിൽ നിങ്ങൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ ആയിട്ട് ഒരു 4 നേരമായിട്ട് ആ ഭാഗത്ത് പുരട്ടി കൊടുക്കും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ. പോളം ചുരുങ്ങിയും പോവും. ആ ഒരു ഭാഗത്തെ കടിയും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിപ്പോക്കോളും. ആ പുറമെയുള്ള അസ്വസ്ഥതകളൊക്കെ മാറി കിട്ടും കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ഇല എന്ത് ചെടിയാണെന്ന് മനസ്സിലായി. ഇത് കാട്ടപ്പ. ഞാൻ ഇതിന് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ആദ്യം ഒരു ഓയിൽ ഉണ്ടാക്കിയിട്ടത് ഞാനായിരുന്നു. അപ്പം ഒരുപാട് പേര് അന്നത് ഇങ്ങനെ തേച്ചിട്ട് ശരിക്കും ചുരുങ്ങി വേദന മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പം ഇപ്പോൾ വീണ്ടും ഞാനിപ്പോൾ ഈ ചെടി ഞാനിപ്പോൾ റോഡരികത്ത് കണ്ടപ്പം ഞാൻ പറിച്ചെടുത്തു. കാരണം ഇത് ആ വീഡിയോ കാണാത്തവർ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അസുഖമുള്ളവർക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ചെടിയുടെ ഇലകൾ നമ്മൾ ഇതുപോലെ ഒന്ന് പറിച്ചെടുക്കുക. ഈ ഇല ഇതിൻ്റെ പൂവിന് നീലയും വെള്ളയും ഇങ്ങനെ ഇടകലർന്ന് പൂക്കളാണ് വരുന്നത്. അപ്പം ചില ആളുകൾ നോക്കുമ്പം ഇത് വെള്ള പൂവായിട്ട് നിൽക്കുന്ന കാണാം, എന്നാൽ ചിലർ നോക്കുമ്പോൾ നീല പൂവായിട്ട് നിൽക്കുന്ന കാണാം. അപ്പം ഈ നീല വെള്ളയും പൂക്കൾ ഒരു ചെടിയിൽ തന്നെ ഉണ്ടാകുന്നതാണ്. ഈ പൂ മൂത്ത് വന്നു കഴിഞ്ഞപ്പം വെള്ളയിലേക്ക് മാറുന്നതാണ് കേട്ടോ. അത് ഈ വിത്താവുമ്പം അത്രേ ഉള്ളൂ. അതല്ലാണ്ട് രണ്ട് ചെടിയല്ല. പിന്നെ മഞ്ഞപ്പൂവുള്ള വേറെയൊക്കെ നിൽപ്പുണ്ട്, അതൊന്നും പോയി പറിച്ചേക്കല്ല കേട്ടോ. അതല്ല, ഇതാണ് ഒറിജിനൽ. അപ്പോൾ ഇതിൻ്റെ ഇല ഞരടി മണത്ത് നോക്കുമ്പോൾ ഭയങ്കര ഒരു ആടിൻ്റെ രൂക്ഷഗന്ധമാണ് കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ നോക്കി പറിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഇല ഒരു 2 വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ടിട്ട് നമുക്ക് വെള്ളം ഇതുപോലെ ചാറെടുക്കാം. ഈ ചാറ് നിങ്ങൾക്ക് പുരട്ടി കൊടുക്കാൻ നല്ല ആ ഭാഗത്ത്. കാരണം ഇത് ചില ആളുകളുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് ഇഷ്ടംപോലെ നിൽപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഇലച്ചാറ് ഉണ്ടാക്കി എടുത്തിട്ട് ആ ഭാഗത്തൊക്കെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ 3 ദിവസം കൊണ്ടൊക്കെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ആയിട്ട് പുരട്ടി കൊടുത്താൽ മതി. 3 ദിവസം കൊണ്ടൊക്കെ ആ ഭാഗത്തെ വേദനയും പോളവും ഒക്കെ ചുരുങ്ങി പോകും. ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. രണ്ടാമത്തത് ഞാൻ എണ്ണ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഈ എണ്ണ ഒരു കൊല്ലം ഇരുന്നാലും കേട് വരത്തില്ല. ഇനിയിപ്പോൾ വിദേശത്തൊക്കെ കയറി പോകുന്ന ആളുകൾക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടവർക്ക് ഈ എന്തെങ്കിലുമൊക്കെ ജോലി ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ 1 വർഷത്തോളം ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ കേട് വരത്തില്ല. അപ്പോൾ കേട് വരത്തില്ലാണ്ട് എണ്ണ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടോ. ഈ ഇല നമ്മളെല്ലാം തന്നെ അടത്തിയെടുക്കുക. പൂവിടുന്നില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. ഇലകളെല്ലാം അടത്തിയെടുത്തിട്ട് ഇതിനകത്തേക്ക് 2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി എന്തിനാണ് ചേർക്കണമെന്ന് അറിയാമോ? ഈ മൂലക്കുരുള്ള ആളുകൾക്ക് ആ ഒരു ഭാഗത്തിന് ഇങ്ങനെ മൂലക്കുരുവിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ ആ ചൊറിച്ചിലിൻ്റേതായ രീതിയിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനാണ് കേട്ടോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇലയും ഇതിൻ്റെ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. നമ്മൾ എണ്ണ ഉണ്ടാക്കണമെങ്കിൽ വെള്ളം ചേർക്കരുത്. ചാറ് പിഴിഞ്ഞെടുക്കാനാണെങ്കിൽ ഇത്തിരി വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്താലും കുഴപ്പമില്ല. പക്ഷേ എണ്ണയിൽ നിങ്ങൾ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ എണ്ണ കേടായി പോകും. ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് ഇതുപോലെ നന്നായിട്ട് എടുക്കുക. ഇടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിക്കണതിൻ്റെ ആ മൂപ്പ് നിങ്ങൾ കണ്ടോ. ഇത് നമുക്കൊരു ചെറിയൊരു ചട്ടിയിലേക്ക്, എന്തെങ്കിലും ചീഞ്ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലും വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഏതെണ്ണയായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഈ ഒരു വെളിച്ചെണ്ണ ഒരു 50 ml നമുക്കിതുപോലെ അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇതിൻ്റെയും ഈ എണ്ണയുടെ കളർ ഇങ്ങനെ മാറി നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വരും കേട്ടോ. ഈ ഇലയുടെ മൂപ്പ് നിങ്ങൾ നോക്കിയിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. അതല്ലെങ്കിൽ ഈ ഇല ശരിക്കും മൂക്കാണ്ട് നിങ്ങൾ എണ്ണ ഉണ്ടാക്കിയിട്ട് കുപ്പിയിലൊക്കെ ആക്കി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ എണ്ണയ്ക്കൊരു പ്രത്യേക മണവും വരും, എണ്ണ പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ ഇതിൻ്റെ മൂപ്പ് നിങ്ങൾ കണ്ടോ. നന്നായിട്ടൊന്ന് കൂട്ടിയിളക്കി ഇതുപോലെ മിക്സ് ചെയ്തിട്ട് മൂപ്പിച്ചെടുക്കുക. തീ സിമ്മിലിടാവുള്ളൂ കേട്ടോ, കൂട്ടി ഇടരുത്. ഈ ഇലയുടെ മൂപ്പ് നിങ്ങൾ കണ്ടോ. നമ്മൾ ഈ കറിവേപ്പിൻ്റെ ഇലയൊക്കെ കൂട്ടാൻ തളിക്കുമ്പം ഇങ്ങനെ കരിമുരാന്ന് വരത്തില്ലേ, അതുപോലെ ആ വെളുത്തുള്ളി നിങ്ങൾ കിടക്കുന്നുണ്ട് ഒരു ബ്രൗൺ കളറിൽ. ആ ഒരു രീതിയിൽ വരുമ്പം തീ ഓഫ് ചെയ്യുക കേട്ടോ. ഇത് കണ്ട ഒരു ശരിക്കും ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഇനി നിങ്ങൾക്ക് അരിച്ച് ഒഴിച്ചതിന് ശേഷം ചെറിയ ബോട്ടിലേക്ക് ആക്കിയിട്ട് സൂക്ഷിക്കാം. 1 കൊല്ലം ഇരുന്നാലും കേട് വരത്തില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ 1 കൊല്ലമൊക്കെ വന്ന് ഈ 2-3 ദിവസം കൊണ്ടൊക്കെ എണ്ണ തേച്ചാൽ മാറും, പിന്നെ എന്തിനാ 1 കൊല്ലത്തേക്കൊക്കെ എണ്ണ സൂക്ഷിക്കണേന്ന്. ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഈ മൂലക്കുരുള്ള ആളുകൾ കോഴിമുട്ട, അതുപോലെ തന്നെ കോഴിയിറച്ചി, ചില ആളുകൾ കക്കയിറച്ചി, ചെമ്മീനൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലോ ചില ഫുഡ് ഈ നമ്മൾ വെളിയിൽ നിന്നൊക്കെ കഴിക്കുന്ന ചില കേക്കുകൾ, ഫുഡുകൾ അങ്ങനെയുള്ളതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഓയിലുകളൊക്കെ ചേർത്ത് ഡാഡ പോലെയുള്ള ഓയിലൊക്കെ ചേർത്ത് തന്നെങ്കിൽ ഈ മൂലക്കുരുള്ള ആളുകൾക്ക് പറ്റത്തില്ല. കാരണം ചുരുങ്ങിയിരിക്കുന്ന ആ കുരുവാണെങ്കിൽ പോലും നമ്മൾ കഴിക്കുന്ന ഫുഡ് നമുക്കത് പറ്റിയില്ലെങ്കിൽ, ദഹനം ശരിക്കും നടന്നില്ലെങ്കിൽ
ആ പോളം വീറുകയും ചെയ്യും. ഇങ്ങനെ കുളത്തി വലിക്കുന്ന പോലെ വേദനയും വരും. ഭയങ്കര വേദനയൊക്കെ ആ ഭാഗത്ത് ചൊറിച്ചിലും വരും. അപ്പം നമ്മൾ ഭക്ഷണത്തിൽ നിയന്ത്രിക്കുക. താറാവ് മുട്ട കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. കോഴിമുട്ട കൂട്ടാതിരുന്നാൽ മതി. പിന്നെ പച്ചക്കറികൾ കൂടുതലായിട്ട് ദഹനം കിട്ടുന്ന പച്ചക്കറികൾ കഴിക്കുകയാണെങ്കിൽ ഇതും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഓയിൽ നിങ്ങൾ മൂലക്കുരുള്ള ഭാഗത്ത് ഇങ്ങനെ അതിന് ചുറ്റും ആ ഭാഗത്ത് ഇങ്ങനെ തൂത്ത് കൊടുക്കുക കേട്ടോ. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയായിട്ട് 4 നേരം തൂത്ത് കൊടുത്തോ. ഒരു 3 ദിവസം കൂടി ശരിക്കും ചുരുങ്ങി പോകും. ആ ഭാഗത്ത് അസ്വസ്ഥത മാറി കിട്ടും. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിരുന്ന ഒരു എണ്ണയാണ്. ഉണ്ടാക്കിയിട്ടപ്പം ഒരുപാട് പേര് റിസൾട്ട് പറഞ്ഞു. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ കാണാവേ.